എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ സ്നേഹവും താല്പര്യവുമുള്ള ഒരാളായിരുന്നു യശശരീരനായ കേരള കോൺഗ്രസ് നേതാവ് ആർ ബാലകൃഷ്ണപിള്ള. ബാലകൃഷ്ണപിള്ള അദ്ദേഹം ഒരിക്കൽ ആലുവ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് എന്നോട് പറഞ്ഞ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇദ്ദേഹത്തിന് മാർത്തോമ സഭയിലും അതിനേക്കാളധികം ഓർത്തഡോക്സ് സഭയിലും വലിയ സ്വാധീനമുണ്ട്. ഒരുപക്ഷേ നായർ സമുദായത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സ്വാധീനം മേൽപ്പറഞ്ഞ ക്രൈസ്തവ സഭകളുമായിട്ട് ആ രീതിയിലുള്ളൊരു ബന്ധം അദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഈ മാർത്തോമക്കാരുടെ മാരമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയ ഒരേ ഒരു അക്രൈസ്തവൻ ഞാനാണ്. ഞാനെന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്. അദ്ദേഹം അഭിമാനത്തോടെ ഒന്നിലധികം തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയുമാണ്. ഒരു തവണ സി അച്യുതമേനോനെ വിളിച്ച് പ്രസംഗിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കേൾവി. അതല്ലാതെ അവിടെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയ ഒരാൾ ബാലകൃഷ്ണപിള്ള. കാരണം ബാലകൃഷ്ണപിള്ള അത്ര വലിയൊരു പ്രസംഗനും പ്രഭാഷകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അക്കാലത്ത് ആ മധ്യ തിരുവിതാംകൂറിനെ മൊത്തം രോമാഞ്ചം കൊള്ളിച്ചവയാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് അദ്ദേഹം മാവേലിക്കരയിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗമായിരുന്നു. ഈ സംഗതിക്ക് ദൃക്സാക്ഷിയായിട്ടുള്ള പിൽക്കാലത്ത് യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൻ്റെ പ്രിൻസിപ്പളായി തീർന്ന ഡോക്ടർ വർഗീസ് ജോണും ഇതെന്നോട് പറഞ്ഞിട്ടുണ്ട്. വർഗീസ് ജോൺ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മാരമൺ കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ ആരും കൈയടിക്കാൻ പാടില്ല എന്നാണ് അലിഖിത നിയമം. അവിടെ വലിയ മതപ്രഭാഷകന്മാരാണ് വന്ന് പ്രസംഗിക്കുന്നത്. മലയാളികളും പരദേശികളും വിദേശികളുമായിട്ടുള്ള ഒരുപാട് പേർ വന്ന് പ്രസംഗിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പ്രസംഗത്തിന് കയ്യടിയില്ല. പക്ഷേ ബാലകൃഷ്ണപിള്ളയുടെ പ്രസംഗം കേട്ട ആളുകൾ അറിയാതെ കൈയടിച്ചു പോയി. കൈയടിച്ച് തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് അയ്യോ കൈയടിക്കാൻ പാടില്ലല്ലോ എന്ന് കരുതി ആളുകൾ കൈയടി നിർത്തി. ആ സമയത്ത് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചിരുന്ന വലിയ മെത്രാപ്പൊലീത്ത എഴുന്നേറ്റ് മാരമൺ കൺവെൻഷനിൽ കൈയടിക്കാൻ മേല എന്നാണ്, എന്നാലും ബാലകൃഷ്ണപിള്ളയുടെ പ്രസംഗത്തിന് കൈയടിക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആളുകൾ, ഈ കേൾവിക്കാർ നിർത്തിയ സ്ഥലത്ത് നിന്ന് കൈയടി പുനരാരംഭിച്ചു എന്നാണ് പറയുന്നത്. അത്ര ഗംഭീര പ്രസംഗമായിരുന്നു. ഈ ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം പിന്നെ മാരമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടിയത് നമ്മുടെ ഡോക്ടർ ശശി തരൂർ MP-ക്കാണ്. അദ്ദേഹം പ്രസംഗിച്ച് യഥാർത്ഥത്തിൽ ശരിക്കുള്ള സമ്മേളന പന്തലിലല്ല, മറിച്ച് അതിൻ്റെ യുവജന വിഭാഗക്കാരുടെ ഒരു ചെറിയ കൺവെൻഷൻ ഉണ്ട്, അവിടെയാണ് എന്നും ശത്രുക്കൾ പറയുന്നുണ്ട്. ഏതായാലും ഇതേ വേദിയിലേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ വിളിച്ചു എന്നൊരു വാർത്ത ഏതാണ്ട് 2-3 ആഴ്ച മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു. അപ്പോൾ തന്നെ തൽപര കക്ഷികൾ കോൺഗ്രസിനകത്ത് തന്നെയുള്ള സതീശ വിരുദ്ധന്മാർ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. സത്യത്തിൽ സതീശനെ വിളിച്ചിട്ടുള്ളത് ഈ ബാലകൃഷ്ണപിള്ളയോ അച്യുതനും പ്രസംഗിച്ച സ്ഥലത്തല്ല, നേരെ മറിച്ച് ശശി തരൂർ പ്രസംഗിച്ച ആ യുവജനങ്ങളുടെ കൺവെൻഷനിലാണ്. അവിടെ കുറേ ആവേശക്കാരായ KSUകാർ, യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഇട്ട് അവരാണ് സതീശനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത് എന്ന്. ഏതായാലും ഇപ്പോൾ അതും മുടങ്ങി എന്ന വാർത്തയാണ് നമ്മൾ അറിയുന്നത്. ഈ യുവജന കൺവെൻഷനിലേക്ക് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചത് അറിഞ്ഞ് CPM-കാർ കോപാകുലരായി. പ്രത്യേകിച്ച് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സഖാവ് രാജു അബ്രഹാം നേരിട്ട് ഇതിന് കോല് വച്ചു എന്നാണ് കേൾക്കുന്നത്. അവർ പറയുന്നത് ഈ കോൺഗ്രസ്സുകാരനായ സതീശനെ വിളിച്ച് പ്രസംഗിപ്പിച്ചാൽ അത് മാരമൺ കൺവെൻഷൻ്റെ ഒരു കക്ഷി നിരപേക്ഷ സ്വഭാവത്തിന് മാറ്റം വരുത്തും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഒരാളെ വിളിക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരാളെ വിളിക്കുന്ന കൂട്ടത്തിൽ CPM-ൽ നിന്ന് ഒരാളെ വിളിക്കും. CPM-ൽ നിന്ന് ആരെ വിളിക്കണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. പാർട്ടിക്കാർ സജസ്റ്റ് ചെയ്ത പേര് സ്വരാജിൻ്റെയാണ്. ഏതായാലും M സ്വരാജിനെ വിളിച്ച് മാരമണിൽ പ്രസംഗിപ്പിക്കാൻ പാകത്തിന് ഹൃദയ വിശാലത മാർത്തോമ സഭക്കാർക്ക് ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ വലിയ തിരുമേനി ഇടപെട്ടിട്ട് പറഞ്ഞു, സോറി എക്സ്ക്യൂസ് മീ, ഇത്തവണ സതീശനെ വിളിക്കണ്ട, സ്വരാജിനെ വിളിക്കണ്ട, മാരമൺ കൺവെൻഷൻ ഇപ്പോൾ നടക്കുന്ന പോലെ അങ്ങ് നടന്നാൽ മതി. ഇനി നടക്കേണ്ടതാണ്. ഇപ്പോൾ 113 കൊല്ലം മറ്റുമായി 113 കൊല്ലമായിട്ട് ഈ പമ്പ നദിയുടെ തീരത്ത് ആളുകൾ വന്നും പോയും നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇനി രാഷ്ട്രീയക്കാരെ വിളിച്ച് ഇവിടെ വിഴുപ്പലക്കാൻ തുടങ്ങിയാൽ അതും സതീശൻ ഒന്ന് പ്രസംഗിക്കും, അതിന് വിപരീതമായിട്ട് സ്വരാജ് പ്രസംഗിക്കും. രണ്ടുപേരും മത്സരിച്ച് അല്ലെങ്കിൽ ചേരി തിരിഞ്ഞ് കൈയടിക്കുകയും കൂക്ക് വിളിക്കുകയൊക്കെ ചെയ്താൽ ഈ കൺവെൻഷൻ അലമ്പാവും. ഇത് ദൈവകൃപയാൽ നടത്തപ്പെടുന്ന ഒരു സംവിധാനമാണ്. രാജഭരണകാലത്ത് തുടങ്ങിയതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം തുടരുന്നതാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് പോലും മുടക്കമില്ലാതെ നടന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു സംവിധാനത്തെ നിങ്ങളെ കൂടി ഇല്ലായ്മ ചെയ്യരുത് എന്ന് പറഞ്ഞ അദ്ദേഹം ഈ പരിപാടിക്ക് വിലക്ക് കൽപ്പിച്ചു. ഏതായാലും സതീശൻ പങ്കെടുക്കുന്നില്ല എന്ന വാർത്ത സകല TV ചാനലുകാരും എഴുതി കാണിച്ചു. അപ്പോൾ ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലായതാണ്
മാർസിസ്റ്റുകാരും മറുഭാഗത്ത് സ്വരാജിനെ കൊണ്ടുവരാൻ താല്പര്യപ്പെട്ടു എന്നതുകൊണ്ടാണ് തിരുമനസ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ക്ഷണിക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ വി ഡി സതീശൻ അമ്മി കൊത്താനുണ്ടോ അരകല്ല് കൊത്താനുണ്ടോ എവിടെയെങ്കിലും പ്രസംഗിക്കാനുണ്ടോ വേദിയുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന ആളല്ല. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. പല ക്രിസ്തീയ സഭകളുടെയും പല സമുദായ സംഘടനകളുടെയും വേദിയിൽ ശക്തമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ഈ വിളിക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം ഇതുപോലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്താൻ കഴിവും ത്രാണിയും കെൽപ്പുമുള്ള ആളാണ്. പുസ്തകം വായിച്ച് അനുഭവപരിചയമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തെ അത് വിളിക്കുന്നതിന് മുമ്പായിട്ട് യുവജന പ്രസ്ഥാനക്കാരാണെങ്കിലും അല്ല മാർത്തോമാ സഭയാണെങ്കിലും ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ ക്ഷണിച്ചു, അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു, തീയതി തീരുമാനിച്ചു, സമയം തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയണം ഞങ്ങൾ വിളിക്കാൻ ഉദ്ദേശിച്ചില്ല, വിളിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആലോചനയുടെ ഭാഗമായിട്ട് സതീശൻ ആ ദിവസം ആ സമയത്ത് ഡേറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ചെയ്തത്. പിന്നെ സഭയും കൗൺസിലും ഒക്കെ കൂടി ആലോചിച്ചപ്പോൾ സതീശൻ്റെ പ്രസംഗം അത്ര തന്നെ പോരാ എന്ന് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിക്കാത്തത് എന്ന രീതിയിലുള്ളൊരു വിശദീകരണമാണ് സഭയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. സഭയ്ക്കുള്ള കാര്യം ജനങ്ങളോട് സത്യമായിട്ട് പറയാമായിരുന്നു. സതീശനെ വിളിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ മാർസിസ്റ്റുകാർ പറയുന്നത്, സഭയ്ക്കകത്ത് തന്നെയുള്ള മാർസിസ്റ്റുകാർ പറയുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു വക്താവിനെ കൂടി വിളിക്കണം എന്നാൽ മാത്രമേ ഈ ചടങ്ങ് ഇവിടെ നടത്താൻ പറ്റുള്ളൂ എന്നാണ്. ഞങ്ങൾക്ക് ഭരിക്കുന്ന പാർട്ടിയെ പിണക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് സതീശനെ വിളിക്കുന്നില്ല, സ്വരാജിനെ വിളിക്കുന്നില്ല, ഞങ്ങൾ പരിപാടി പഴയ പോലെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു, ഒരു മര്യാദ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ. മാർത്തോമാ സഭയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിട്ടുള്ളത് എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ താല്പര്യപ്പെടുന്നു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.